വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പിമാർ മത്സര രംഗത്തുണ്ടാകില്ല. ഇപ്പോഴത്തെ പിമാരെ മത്സരിപ്പിക്കുന്നത് അനാവശ്യമായ ആശയക്കുഴപ്പത്തിനും അതുപോലെ ജയിച്ചാൽ ഒരു ഉപതെരഞ്ഞെടുപ്പിനും മാത്രമേ അത് വഴിവെക്കുകയുള്ളൂ എന്ന ബന്നി ബഹനാൻ പിയുടെ വാക്കുകൾ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ളതാണ്. പിമാർ മത്സരിക്കേണ്ട എന്നുള്ള ഹൈക്കമാൻഡിൻ്റെ തീരുമാനം വയനാട്ടിലെ ക്യാമ്പിൽ നിന്നും ബന്നി ബഹനാൻ എല്ലാവരെയും അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത് മാധ്യമങ്ങളിലൂടെ. MLA ആയി മത്സരിക്കാനില്ലെന്നും പറഞ്ഞ് ബന്നി ബഹനാൻ പിന്മാറുകയും ചെയ്തിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ പിമാർ മത്സരിക്കാൻ മുതിരരുത് എന്നാണ് തൻ്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നാണ് ബന്നി ബഹനാൻ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ അതിൽ വലിയൊരു സന്ദേശമുണ്ട്. അതായത് MLA സ്ഥാനത്തേക്ക് മത്സരിക്കാനും ജയിച്ചാൽ മന്ത്രിയാകാനും ഏറെ സാധ്യതയുള്ള ആളാണ് ബന്നി ബഹനാൻ. എന്നിട്ടും പിമാർ മത്സരിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം തന്നെ പറയണമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ വ്യക്തമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വാക്കുകൾ എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ മുൻപ് മത്സരിച്ചിട്ടുള്ളത് അന്നത്തെ സാഹചര്യം ആവശ്യപ്പെട്ടതിനാലാണ് എന്നുള്ളതാണ് ബന്നി ബഹനാൻ പറയുന്നത്. എന്നാൽ ഇന്നതില്ല. മത്സരിക്കാനും ജയിക്കാനും കഴിവുള്ള ഒട്ടനവധി സ്ഥാനാർത്ഥികൾ, അതായത് നല്ല ചെറുപ്പക്കാർ തന്നെ ഉണ്ട് എന്നിരിക്കെ പിമാർ മത്സരിച്ചാൽ അത് അനാവശ്യ ആശയക്കുഴപ്പമുണ്ടാകുമെന്നും ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വരുമെന്നും ബന്നി ബഹനാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. താൻ മത്സരിക്കാനില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ബന്നി ബഹനാൻ താൻ അടക്കമുള്ള പിമാരുടെ ആഗ്രഹം നടക്കില്ല എന്ന് ഉറപ്പിച്ചു വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ലോക്സഭാ MP എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിയിൽ നിന്നും മല്ലികാർജുൻ ഖർഗെയിൽ നിന്നുമൊക്കെ സന്ദേശം ലഭിക്കുന്ന ഏറ്റവും അടുത്ത നേതാവെന്ന നിലയിലും ബന്നി ബഹനാൻ അറിയാം പിമാർക്ക് നിയമസഭാ സീറ്റ് നൽകില്ല എന്നുള്ള കാര്യം. അതുപ്രകാരമാണ് എല്ലാ പിമാരെയും ഒന്ന് ഓർമ്മപ്പെടുത്തിയതും പ്രവർത്തകർക്ക് ഒന്ന് ആവേശം നൽകിയതും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കാനുള്ള കോൺഗ്രസിൻ്റെ മിഷൻ 2026 അത് വയനാട് ബത്തേരിയിൽ നടക്കുന്ന നേതൃ ക്യാമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു. 100 സീറ്റ് നേടിയ അധികാരത്തിൽ എത്താനുള്ള കർമ്മ പദ്ധതിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ക്യാമ്പിൽ അവതരിപ്പിച്ചത്. തൊട്ടു പിന്നാലെ നടന്ന പൊതു ചർച്ചയിലും സ്ഥാനാർത്ഥി നിർണയം നേരത്തെയാക്കാനുള്ള സംഘടനാ ദൗത്യത്തിനാണ് മുഖ്യ പരിഗണന നൽകിയത്. ഫെബ്രുവരി ആദ്യ വാരത്തിനുള്ളിൽ 70 സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ധാരണയിലെത്താനും പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന കേരള യാത്രയിൽ ഈ സ്ഥാനാർത്ഥികളെ ഒരുപക്ഷെ അവതരിപ്പിക്കാനുമാണ് കോൺഗ്രസിൻ്റെ നീക്കം നടക്കുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ ആദ്യം തന്നെ നടത്തിയ മുന്നേറ്റങ്ങളുമാണ് കോൺഗ്രസിന് അവസാനം വരെ ഏറ്റവും നല്ല മുന്നേറ്റം നൽകിയത്. അങ്ങനെ ഒരു സാഹചര്യമുള്ളപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനും നല്ല തുടക്കം കുറിക്കുമ്പോൾ ആ സമയത്തിന് പിമാർ ആരും തന്നെ സീറ്റ് മോഹിച്ച് പൊട്ടിത്തെറിക്കണ്ട എന്ന മുന്നറിയിപ്പ് കൂടിയാണ് ബന്നി ബഹനാൻ ഹൈക്കമാൻഡ് നീക്കമറിഞ്ഞ് പ്രതികരിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദിക്കെതിരെ രാജ്യത്തെ പാർട്ടികളെയെല്ലാം അണിനിരത്തി കഴിയുന്നത്ര സീറ്റുകൾ പിടിച്ചെടുത്ത നേതാവാണ് രാഹുൽ ഗാന്ധി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ പിമാരിൽ നിന്നും MLA സീറ്റിലേക്ക് മത്സരിപ്പിച്ച് ലോകസഭയിൽ സീറ്റ് കുറക്കാൻ അത്ര വിഡ്ഢിയൊന്നുമല്ല രാഹുൽ ഗാന്ധി. ഇതെല്ലാം വ്യക്തമായ സൂചന കിട്ടിയതിൻ്റെ വിശദീകരണമാണ് ലക്ഷ്യ 2026 നടക്കുന്ന വയനാട് വച്ച് ബന്നി ബഹനാൻ ഇത് വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് രാജയോഗമുണ്ടെന്നും മന്ത്രിയാകാൻ ഇനി MLA ആകണമെന്നും പറഞ്ഞ് നടക്കുന്നവർ തൽക്കാലം ആ ആഗ്രഹം ഒന്ന് മറന്നേക്കണം.